പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. പാട്ട് നിർത്തിയോ കാര്യം പറയുന്നല്ലേ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ മാങ്ങ കിട്ടുമ്പോ ഒന്നുമില്ലെങ്കിൽ അച്ചാറിടും അല്ലെങ്കിൽ ഉപ്പിട്ട് വെക്കും. പക്ഷെ ഇപ്പൊ ഞാൻ മാങ്ങ കയ്യിൽ കിട്ടിയാണ്ടല്ലോ ഇതുപോലെ ഒരു അവിയൽ ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള ഒരു അവിയലാണിത്. അപ്പൊ അവിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാങ്ങ മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാരും പോരും നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത മാങ്ങ അതുപോലെ ചെനച്ച മാങ്ങയില്ലേ പഴുക്കാറായ മാങ്ങ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് ട്ടോ. അപ്പൊ ഇത് അധികം പുളിയില്ലാത്ത ഒരു മാങ്ങയാണ്. പിന്നെ അവിയലാണല്ലോ നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ വേറെയും പച്ചക്കറി വേണല്ലോ. അപ്പൊ ഇതാ ഒരു പാത്രത്തേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ കോവയ്ക്ക. ഇത് ഇവിടെ വീട്ടിലുള്ള കോവയ്ക്ക തന്നെയാണ്. അത് ഇട്ടു. പിന്നെ ഇതാ വെള്ളരിക്ക. വേറെ കായ, ചേന അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കാറില്ല ട്ടോ. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ഇത്തിരി വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് വേവി അപ്പൊ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാം. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കറിവേപ്പിന്റെ ഇല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോ പച്ചമുളകിന്റെ കൂടെ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാട്ടോ. ഞാൻ ഇത് അത്യാവശ്യം എരിവുള്ള ഒരു മുളകുമാണ്. പിന്നെ കുട്ടികൾക്ക് കൊടുക്കണതായതുകൊണ്ട് എരിവൊന്ന് കുറയ്ക്കണമെന്നുള്ളൂ. ഇവിടെ ഈ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുമല്ലോ. അപ്പൊ ഒരു ഹാഫ് വേവ് ആവണ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തുറക്കുമ്പോഴത്തേക്കും മാങ്ങി കുക്കാവും ട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ ഒരു ഇണക്കത്തിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. നിർബന്ധമൊന്നുമില്ല, പച്ചമാങ്ങാവിയിലല്ലേ, അപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പച്ചമാങ്ങാവിൽ റെഡിയാണ്. ഈ തീ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിന്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പൊ പച്ചമാങ്ങയുടെ സീസൺ ആണല്ലോ, കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. സിമ്പിൾ അല്ലേ, അതുപോലെ ടേസ്റ്റും ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.